സ്തോത്രം. 1 പത്രോസ് 2-ന്റെ 3-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ വരുന്നു. അടുത്ത കർത്താവ് ദയാലു എന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയ യാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല് സിയോനിലിടുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനിൽ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട്. വിശ്വസിക്കാത്തവർക്കോ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും ഇടർച്ചക്കല്ലും തടങ്കൽ പാറയുമായി തീർന്നു. അവർ വചനമനുസരിക്കാതെ ഇടറിപ്പോകുന്നു, അതിനവരെ വെച്ചുപിരിക്കുന്നു. അപ്പോൾ ഈ 1 പത്രോസ് 2-ന്റെ 4 മുതൽ ഈ 8 വരെയുള്ള വാക്യങ്ങൾ ഒരു സുപ്രധാന വിഷയത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്താണ് ആ വിഷയം? ദൈവസഭയുടെ പണി. ഇവിടെ ഒരു മൂലക്കല്ലിനെ കുറിച്ച് പറയുന്നു. ദാനിയേൽ പ്രവാചക പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കൈതൊടാതെ പറഞ്ഞു വരുന്ന കല്ല് അത് യേശുക്രിസ്തുവാണ്. ഇവിടെ പത്രോസ് പറയുന്ന കല്ല് മൂലക്കല്ല്. പത്രോസിന്റെ പ്രസംഗത്തിൽ ആ ഭാഗമുണ്ട്. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം എല്ലാവർക്കും എടുക്കാം. പ്രവൃത്തി പുസ്തകം 4-ാം അധ്യായം. ഇതൊക്കെ എത്ര മനോഹരമായ ഒരു സബ്ജക്റ്റാണെന്നറിയാമോ? ഇതൊക്കെ അറിയാതെ 10-30 വർഷം ഒരു പെന്തക്കോസ്തുകാരനായി വെളിവില്ലാത്തവനായി ജീവിച്ചു. അതുകൊണ്ടാണ് ഇന്ന് ഇത് ഇത്ര ശക്തിയോടെ ഞാൻ വിളിച്ചു പറയുന്നത്. പ്രവൃത്തി 4-ന്റെ 10 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായി നസ്രായനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ഗൃഹം ജനം മുഴുവനും അറിഞ്ഞുകൊള്ളുവീൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോടിൻ്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല. അപ്പൊ ഏതായി മൂലക്കല്ല്? യേശുക്രിസ്തു. ഈ മൂലക്കല്ലിനെ യഹൂദന്മാർ എന്ത് ചെയ്തു? പറ. തള്ളിക്കളഞ്ഞു. യഹൂദന്മാർ തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവം എന്ത് ചെയ്തു? ഇത് പല സഹോദര ഇങ്ങോട്ട് ഇത് വായിച്ച് കേൾക്കുന്നില്ല. ഇതൊക്കെ ദൈവം ഒരു കല്ലിനെ യഹൂദന്മാരെ കല്ലിനെ തള്ളിക്കളഞ്ഞ അതുപോലെ കല്ല്. ആ തള്ളിക്കളഞ്ഞ കല്ലിനെ ദൈവം എന്ത് ചെയ്തോന്ന്? എത്ര വർഷമായി രക്ഷിക്കപ്പെട്ടിട്ട്? എടോ, ദൈവസഭയുടെ മൂലക്കല്ലായിട്ട് ദൈവം പണിതെന്ന്. ജാതികൾ എന്ന് പറഞ്ഞിരിക്കാതെ ലോകത്തുള്ള സകല ജാതികളും, യഹൂദനും ബർബരനും ശകനും ദാസനും, എന്തൊക്കെ ജാതികൾ ഈ ഭൂമിയിലുണ്ടോ, ഏതൊക്കെ മനുഷ്യവർഗം ഈ ഭൂമിയിലുണ്ടോ, ഏതെല്ലാം രാജ്യക്കാരുണ്ടോ, ഭാഷക്കാരുണ്ടോ, വംശക്കാരുണ്ടോ, ജാതികളുണ്ടോ, അവരെല്ലാം രക്ഷിക്കപ്പെടണമെങ്കിൽ ഈ മൂലക്കല്ലിനോട് ചേർത്ത് പണിയപ്പെടണം. മനസ്സിലായോ? എത്ര വിലപ്പെട്ട ഒരു സന്ദേശമാണെന്നറിയാമോ ഇത്? ഇതൊന്നും വിശ്വാസികളെ പറഞ്ഞ് പഠിപ്പിക്കാതെ കണ്ട ചപ്പും ചവറും തീറ്റിച്ച് അവരെ കൊന്നുകൊണ്ടിരിക്കുക മനുഷ്യരെ. എനിക്ക് അത് ഓർക്കുമ്പോഴാണ് ഭയങ്കര നീരസ. യേശുക്രിസ്തുവാകുന്ന മൂലക്കല്ലിനോട് ഒരു പുതിയ നിയമ വിശ്വാസി അവന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച് പണിയപ്പെടണം. ഇനി അതിന്റെ ഉപദേശം 2-ാം അധ്യായത്തിലാണ് നടക്കുന്നത്. നമുക്ക് ഇതിലോട്ട് വരാം. 2-ാം അധ്യായത്തിലേക്ക് 4-ാം വാക്യം തൊട്ട് വായിച്ചേ. പാഠം എന്ന് വായിച്ചേ, ഉറച്ച് വായിച്ചേ. വായിക്കും കുറച്ച് വായിക്കും. 4-ാം വാക്യം മുതൽ. നമ്മുടെ ഇന്നത്തെ പഠന വിഷയത്തിന്റെ 4-ാം വാക്യം മുതൽ. മനുഷ്യർ തള്ളിയതെങ്കിലും മാന്യമായ ശ്രദ്ധിക്കും. ദൈവമക്കളെ, ഇത് ആരും പ്രസംഗിക്കുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ ലക്ഷക്കണക്കിന് പ്രസംഗങ്ങൾ കിടപ്പുണ്ട്. ഇങ്ങനത്തെ ഒരു പ്രസംഗം കിട്ടത്തില്ല ഇവിടെ. യഹൂദന്മാർ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായ യേശുക്രിസ്തുവിനെ പിതാവാം ദൈവം എടുത്ത് ദൈവസഭയുടെ മൂലക്കല്ലായിട്ട് പ്രതിഷ്ഠിച്ച് ആ കല്ലിൽ വിശ്വസിച്ച് വരുന്നവരെ ആത്മീക കല്ലായിട്ട് പണിതുകൊണ്ടിരിക്കുന്നു ഇവിടെ. ഇത് പൗലോസിന്റെയും പത്രോസിന്റെയും ഈ 2 വേദഭാഗങ്ങൾ ലിങ്ക് ചെയ്ത് കോർത്തിണക്കി പഠിക്കുമ്പോഴേ പഠനം കിട്ടത്തുള്ളൂ.
ഇതൊന്നും പ്രസംഗിക്കാൻ പാസ്റ്റർമാർക്ക് സമയമില്ല. ഇവിടെ സമയം ഇഷ്ടം പോലെ ഉണ്ട്, അറിയില്ല. അതാണ് നമ്മുടെ മൂപ്പിലാൻ പറഞ്ഞത്, ദൈവം ആക്കി വെച്ചവരുണ്ട്, സ്വയം കയറി ആയവരുണ്ട്, പിന്നെ സംഘടന ആക്കി വെച്ചവരുണ്ട്. സംഘടന ആക്കി വെച്ചവർ സംഘടനയുടെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങളുടെ ജനറൽ കൺവെൻഷൻ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് ഇത്ര ലക്ഷം ആൾക്കാർ വന്നു, ഞങ്ങൾ ഇത്ര പേര് സ്നാനപ്പെട്ടു, ഞങ്ങൾക്ക് സ്നാനത്തൊട്ടിയുണ്ട്, 500 സ്നാനത്തൊട്ടിയുണ്ട്, 500 കക്കൂസുണ്ട്, ഞങ്ങൾക്ക് സ്ഥിരമായ പന്തലുണ്ട്. ഈ പന്തലെല്ലാം ഉണ്ട്. ഇതിലൊക്കെ കിടന്ന് തിന്നു തൂറി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് അവസാനം കൂട്ടയടി എല്ലാം കൂടി അടിച്ചിട്ട് എന്ത് ചെയ്യും? കേസ് കോടതിയിൽ. ഇതെല്ലാം നടക്കുന്നേ കണ്ടോണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഇവിടെ അതെല്ലാം നമ്മൾ പഠിക്കുന്നത്. പത്രോസ് പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട്, യേശുക്രിസ്തുവിന്റെ അടുക്കൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആത്മീക ജീവൻ രൂപപ്പെടുന്നു. ആദാമ്യ പാപനിമിത്തം നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ മരിച്ചുപോയ, അല്ലെങ്കിൽ ജീവൻ നഷ്ടമായ ആ ജീവൻ നമ്മളിൽ രൂഢമൂലമാകുന്നു. ആത്മാവിന് ജീവൻ വയ്ക്കുന്നു, ജീവൻ പ്രാപിക്കുന്നു. അതാ അവിടെ എഴുതിയിരിക്കുന്ന പത്രോസ്. ഞാൻ സ്വന്തമായിലേക്ക് വന്ന് സ്വന്തമായിരും അവനെ കൈക്കൊണ്ടില്ല. യഹൂദനെ രക്ഷിക്കാൻ വന്ന കർത്താവിനെ യഹൂദൻ തള്ളിക്കളഞ്ഞു. അത് വേറൊരു ഭാഷ. ഇവിടെ മൂലക്കല്ലായ യേശുക്രിസ്തുവിന്റെ അടുക്കൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ, മൂലക്കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. ശ്രദ്ധിക്കണേ. അപ്പൊ യേശുവിന്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിക്കുന്ന എങ്ങനെയാ? യേശുവിനെ എൻ്റെ കർത്താവും രക്ഷിതാവുമായി ഞാൻ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അതിനു മുമ്പ് പറയേണ്ട ഒരു ഭാഗം, യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, വായ കൊണ്ട് നീതിക്കായി ഏറ്റു പറയും. അപ്പൊ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വാഗ്ദത്തത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് ഈ ലോകത്തിന്റെ അശുദ്ധിയിൽ നിന്നും ലോകത്തിൽ നിന്നും വേർപെട്ട് വിശുദ്ധിയിലും വേർപാടിലും ജീവിക്കുവാൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് അനുസരിച്ച് ജീവിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കേണ്ട ഒരു സംഘമാണ് യേശുക്രിസ്തുവിന്റെ ശരീരമാം സഭ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ കെട്ടിടമായ സഭ. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവിൽ വസിക്കുന്നുവെന്നും ഞാൻ അറിയുന്നില്ലല്ലോ. അപ്പൊ കെട്ടിടമായ സഭ. ഇനി മൂന്നാമത്തെ പഠനം ക്രിസ്തുവിന്റെ മണവാട്ടി അല്ലെങ്കിൽ നിർമ്മല കന്യക. ഈ 3 പഠനം ആ പുതിയ നിമിത്തത്തിൽ കാണുന്നേ. പഴയ നിമിത്തത്തിൽ ഒത്തിരി ഉണ്ട്. സഭ, അടച്ചിട്ട തോട്ടം, മുന്തിരിത്തോട്ടം, കിണറ്, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി ഉണ്ട്. നല്ല കാര്യങ്ങൾ, അതൊക്കെ പഠിക്കുന്നുണ്ട് അവിടെ. പുതിയ നിമിത്തത്തിൽ എസ്പെഷ്യലി 3 പഠനങ്ങളാണ് ഉള്ളത്. ഈ 3 പഠനം ഒട്ട് പാസ്റ്റർമാർക്കും അറിയത്തില്ല, വിശ്വാസികൾക്കും അറിയത്തില്ല. അറിയുമെങ്കിൽ ആ നിലയിൽ അവർ പഠിപ്പിക്കുമായിരുന്നു. അറിയില്ലെന്ന് പറയരുത്. അറിയാവുന്ന ഒരു കൂട്ടം കർത്താവിൻ്റെ ദാസന്മാരുണ്ട്. അതൊരു ശേഷിപ്പേ ഉള്ളൂ, ചെറിയൊരു ശേഷിപ്പേ ഉള്ളൂ. കഴിഞ്ഞ വെച്ചൊരു പാസ് പറയുക, ഏതോ ഒരു പെന്തക്കോസ്ത് ചർച്ചിൻ്റെ ഒരു ഹോളോ ഓഫീസർ കൊണ്ട് അടച്ചിട്ടപ്പോൾ അധികാരികളായ പെന്തക്കോസ്ത് പാസ്റ്റർമാരും റവറന്റന്മാരും ഡോക്ടറും കൂടി ചെന്നിട്ട് ആ പൂട്ട് തല്ലിപ്പൊളിക്കുമ്പോൾ അത് സോഷ്യൽ മീഡിയയിൽ എടുത്തിട്ട് യൂട്യൂബിലിടുക. ഞങ്ങൾ പെന്തക്കോസ്തുകാർ കാണിക്കുന്നത് നിങ്ങൾ കണ്ട് നിയമസഭയിൽ വിദ്യാഭ്യാസമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രി കാണിച്ച പേക്കൂത്ത് നമ്മൾ കണ്ടില്ലേ? കമ്പ്യൂട്ടറൊക്കെ തല്ലിപ്പൊളിച്ച് അണ്ടർവെയർ എല്ലാം വെളിയിൽ കാണിച്ച് മുണ്ടും മടക്കി കുത്തി കാണിച്ച പേക്കൂത്ത് ഇന്നും ജനമെടുത്ത് ട്രോൾ അടിച്ചുകൊണ്ടിരിക്കാതെ. എന്താ കാര്യം? ഈ വൃത്തികേട് പിന്നെ എടുത്ത് കാണിക്കാതെ. അയാൾ ഒരിക്കൽ ഒന്ന് പിന്നെ പ്രസ്താവിച്ചു, നമ്മൾ നിയമസഭയിൽ പ്രവർത്തിക്കുമ്പോൾ, ഇടപെടുമ്പോൾ, സംസാരിക്കുമ്പോൾ മാനം മര്യാദയ്ക്ക് ഇടപെടണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പ് ആരാണ്ട് വിളിച്ചു ചോദിച്ചു, അന്ന് കാണിച്ചത് ഞങ്ങൾ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചു. മന്ത്രി കാണിച്ചത് ഞങ്ങൾ കാണിച്ചു തരട്ടെ. അതുകൊണ്ട് നമ്മളൊരു കാര്യം ഓർക്കണം, ഞാനും ഓർക്കണം, നിങ്ങളെല്ലാവരും ഓർക്കണം. നമ്മൾ കാണിക്കുന്ന വികലമായ കാര്യങ്ങൾ നമുക്കെതിരെ വിരൽ ചൂണ്ടാനായിട്ട് ആൾക്കാരുണ്ടാകും. പോട്ടെ, ഞാൻ ആ വിഷയത്തിലേക്ക് ആത്മീയ വിഷയത്തിലേക്ക് വരിക. അപ്പോൾ മനുഷ്യർ തള്ളിയ കല്ലായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ നമ്മൾ വന്നിട്ട് എന്ത് ചെയ്തു? നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അതെങ്ങനെയാണ് നമ്മൾ ജീവനുള്ള കല്ലാകുന്നത്? യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നീതിക്കായി വായ കൊണ്ട് ഏറ്റുപറഞ്ഞ് പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പിന്നെ ഒരു ദൈവമകനായി ഒരു ദൈവമകളായി തീരുമ്പോൾ നമ്മൾ ജീവനുള്ള കല്ലാകുക.
ആ ജീവനുള്ള കല്ലിൽ ജീവൻ പ്രാപിക്കാനും സമൃദ്ധിയായ ജീവൻ പ്രാപിക്കാനും മാത്രമേ ഞാൻ വന്നിരിക്കുന്നത്. ആ കല്ല് പിന്നെ എന്ത് ചെയ്യണം? സമൃദ്ധിയായ ജീവനിലേക്ക് നടത്തപ്പെടണം. കല്ല് വിശ്വാസിയാണ്, യേശുവിന്റെ അടുക്കൽ വന്ന വിശ്വാസിയാണ്. സമൃദ്ധിയായ ജീവനിലേക്ക് നടത്തപ്പെടാൻ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും, പഴയ നിയമത്തിലുള്ള നിഴലായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച്, പുതിയ നിയമത്തിൽ അനുസരിക്കേണ്ട കൽപ്പനകൾ പഠിച്ച്, അങ്ങനെ വളർന്ന് ഈ കല്ല് എന്ത് ചെയ്യണം? കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശ കൊണ്ട് വളർന്നു വന്നുകൊണ്ടിരിക്കണം. ഇത് ഇന്ന് വല്ലയിടത്തും സഭകളിലുണ്ടോ? ഇത് ഇന്ന് വല്ലൊരു ഉപദേശമായിട്ട് പറയുന്നുണ്ടോ? ഇന്ന് ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? കൈ കിട്ടിയ വിശ്വാസികളുടെ പൈസ മേടിച്ച് തിന്നു കൊഴുത്തിരിക്കുകയല്ലേ പലരും. ഹല്ലേലൂയ. ദൈവമക്കളെ, അപകടം മണത്തത് കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. എനിക്കിത് പറഞ്ഞ് ആരെയും പരിഹസിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇത് വ്യാജ സുവിശേഷകന്മാർ ആത്മീയ ഗോളത്തിൽ കടന്ന് വലസുകയാണ്. 7 സഭകൾ എന്നുള്ള വിഷയം വെളിപ്പാട് പുസ്തകത്തിൽ പഠിപ്പിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു ശ്രദ്ധേയമായൊരു പഠനം നിങ്ങൾ പഠിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല. അവിടെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, എഫെസോസ് സഭയിൽ പ്രവചിക്കാനായിട്ട് കുറെ പ്രവാചകന്മാർ വന്നു. എഫെസോസ് സഭയിലെ ശുശ്രൂഷകന്മാരും വിശ്വാസികളും കൂടി അവരെ പരീക്ഷിച്ചപ്പോൾ അവരെങ്ങനെയുള്ളവരായി കണ്ടു? കള്ളന്മാരെന്ന് കണ്ടു. പ്രവചിക്കാൻ വന്നവർ കള്ളന്മാരാണെന്ന് സഭ കണ്ടുപിടിച്ചു. കാരണം എന്താ? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. നല്ല പ്യൂർ വചനത്തിന്റെ മായമില്ലാത്ത പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ വിശ്വാസികൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ആത്മീയമായി വളർന്നുകൊണ്ടിരിക്കുന്നവരുടെ ഇടയിൽ ഈ ചെപ്പടി വിദ്യം കൊണ്ടുവന്ന് അവർ വിടുവോ? അവരെ കശിക്കിയെടുത്ത് ദൂരെ എറിഞ്ഞു. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കണ്ടം വഴി ഓടിച്ചു വിട്ടു. പിന്നെ ആ പ്രദേശത്തേക്ക് വന്ന് കാണത്തില്ല അവര്. ഇന്നാണെങ്കിലോ ഈ കള്ളന്മാര് സഭയിൽ കിടന്ന് ഇറങ്ങിയല്ലേ, നിരങ്ങി അവിശ്വാസികളെ മുഴുവൻ നശിപ്പിച്ച് ഒറ്റയിടത്തിന് പ്രത്യാശയില്ല, വിശ്വാസമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, കർത്താവിൻ്റെ വരവിൻ്റെ പ്രത്യാശയില്ല, എല്ലാം നശിച്ച് പോയിക്കൊണ്ടിരിക്കുക. ആ വേദനയാണ് ഇതെന്നെ പറയിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നതെന്ന് ദൈവമക്കൾ നന്നായിട്ട് ഓർത്തുകൊള്ളണം. എനിക്കാരെയും പരിഹസിക്കാനും എനിക്കാരെയും നിന്ദിക്കാനും എനിക്കാരെയും ദുഷ്ടതയെന്ന് പറയാനൊന്നും എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്കാരെയും പരിഹസിക്കേണ്ട, എനിക്കാരെയും നിന്ദിക്കേണ്ട, എനിക്കാരെയും തെറ്റുകളെ ബോധ്യപ്പെടുത്തണ്ട. പക്ഷെ ഇവിടെ ഇവരുടെ ഈ പോഷത്വം കേട്ട് ജനം നശിച്ചു കൊണ്ടിരിക്കുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ ശക്തമായി വാദിക്കുന്നത്. അല്ലല്ലോ, ചില വക്കീലന്മാരുണ്ട്, കാശ് കൊടുത്തില്ലെങ്കിലും നന്നായിട്ട് വാദിക്കുക. അക്കൂട്ടത്തിൽപ്പെട്ടാൽ ഞാൻ. മനസ്സിലായില്ലേ? നമുക്ക് കാശും പണമൊന്നും വേണ്ട, വള്ള വചനം ഉള്ളതുപോലെ വിളിച്ചു പറഞ്ഞ് പോവുക എന്നുള്ളതാണ് പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ലുകളെ കൊണ്ടാണ് പണി എന്നാണ് വചനം ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കണേ. സ്തോത്രം. ഇനി 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ ഈ 3 ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് സഭപണിയെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഒന്ന് വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയുള്ള വാക്യം. എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ളൊരു പ്രധാന ശില്പിയായി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശുക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ കൊണ്ട് പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരും. ആ ദിവസം അതിനെ തെളിവാക്കും. അത് തീ പോലെ വെളിപ്പെട്ട് വരും. ഓരോരുത്തരുടെ പ്രവൃത്തി ഇന്നവിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ ഒരു പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന കുലത്തിൽ. അപ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 15 വരെയും, എഫേസ്യ ലേഖനം 2-ന്റെ 19 മുതൽ 22 വരെയും, 1 പത്രോസ് 2-ന്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ ചേർത്ത് പഠിക്കുമ്പോഴാണ് ഈ സഭ പണിയുന്നതിനെ കുറിച്ചുള്ള ഉപദേശം നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട പാസ്റ്റർമാര് ഒന്നും വിചാരിക്കാതെ ഈ 3 വേദഭാഗങ്ങൾ എഴുതി വെച്ച് വായിച്ച് പഠിച്ച് ഗ്രഹിച്ച് പുതിയ നിയമസഭയുടെ പണിയെക്കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കുക. ഇതൊരു ദൈവത്തിൻ്റെ ആലോചനയായിട്ട് നിങ്ങൾ ഏറ്റെടുക്കുക. ആരെങ്കിലും ഒരുത്തം പറയാതെ ഇതെല്ലാം മനസ്സിലാകണ്ടേ? ആരെങ്കിലും ഒരുത്തം പറയണ്ടേ ഇത്? അതുകൊണ്ട് ഞാൻ അടുക്കായിട്ട് പറയുക. 1 കൊരിന്ത്യർ 3-ന്റെ 10-15 വരെ, എഫേസ്യർ 2-ന്റെ 19 മുതൽ 22 വരെ,
1 പത്രോസ് 2:4 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ സഭ പണിയാനുള്ള ഉപദേശമാണ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിരിക്കുന്നത്. ഇത് മനസ്സിലാക്കാതെ ചക്കും ചക്കാലയും കൂടി കിടന്ന് കറങ്ങിയാലൊന്നും കാര്യം നടക്കില്ല. നിങ്ങൾക്ക് പ്രസംഗിക്കാം, നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യാം, നിങ്ങൾക്ക് സ്വോത്രാഴ്ച കിട്ടും, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാം, നിങ്ങൾക്ക് കാറ് മേടിക്കാം, നിങ്ങൾക്ക് വീട് വെക്കാം, നിങ്ങൾക്ക് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കാം, സഭയൊക്കെ നല്ല സന്തോഷമായിട്ടൊക്കെ പോകും. ഒരൊറ്റ ഉണ്ട നരകത്ത് പോകാൻ കാണത്തില്ല, സ്വർഗത്ത് പോകാൻ കാണത്തില്ല, എല്ലാം നരകത്ത് പോകും. തീർന്നില്ലേ? കാരണം സഭ പണിയാനുള്ള ഉപദേശമായി തന്നേക്കുന്നേ. ഇവിടെ പൗലോസ് പറയുന്ന 6 കൂട്ടം കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വയ്ക്കോൽ. പൊന്ന് വെള്ളി കൊണ്ട് പണിയാൻ പറ്റത്തില്ല. പത്രോസ് പറയുന്നത് പൊന്നും വെള്ളിയും ശോധന ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? അടിഞ്ഞു പോവും. മരം, പുല്ല്, വയ്ക്കോൽ പണിയാൻ പറ്റത്തില്ല, നിൽക്കില്ല. ഈ വിലയേറിയ കല്ല് ഏതാ? വായിക്കുക പത്രോസിന്റെ ലേഖനം, ഞാൻ വായിച്ചു കേൾപ്പിച്ചു തരാം. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന ആ കല്ലാണത്, വിലയേറിയ കല്ല്. ഏതാ കല്ല്? മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരുന്ന ഒരു പാപിയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നിങ്ങളും പാപിയായ നിങ്ങൾ എന്ത് ചെയ്തു? ജീവനുള്ള കല്ലുകൾ എന്ന പോലെ. അപ്പം നിങ്ങളും ചത്തുകിടക്കുന്ന കല്ലിൽ നിന്ന് ജീവനുള്ള കല്ലായി തീർന്നിട്ട് എന്ത് ചെയ്യണം? യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയാഗം കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമായിട്ട് പണിയപ്പെടുന്നു. ഒരു പാപിയായ കല്ല്, ഒരു പാപിയായ മനുഷ്യൻ വന്ന് യേശു ക്രിസ്തുവിനെ കർത്താവിൻ രക്ഷകമായി സ്വീകരിച്ച് യേശുവിൽ നിന്ന് ജീവൻ പ്രാപിക്കുക. അതിനെക്കുറിച്ച് മനോഹരമായ വചനം പറയുന്ന ഒരു ഭാഗം ഇതാണ്. ഷണ്ണനോട് ഫിലിപ്പോസ് പറയുന്നു, യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? ജീവൻ കിട്ടും. യോഹന്നാന്റെ സുവിശേഷം 30-ാം അധ്യായം എന്നെടുക്കാം, അതൊന്ന് തെളിയിക്കാൻ വേണ്ടി. യോഹന്നാന്റെ സുവിശേഷം 30-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 30-ാം അധ്യായം ഇല്ലല്ലോ അല്ലേ? 20-ാം അധ്യായം. സോറി ഐ ആം വെരി സോറി. 20-ാം അധ്യായം. 20 എന്നുള്ളത് 30 ആയിപ്പോയി. അതിന്റെ 30-31 വാക്യങ്ങൾ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ആ ഭാഗം ശ്രദ്ധിച്ചേ. ഫ്രാൻസിസ് ഒന്ന് വായിച്ചത് വായിക്കാൻ പറ്റുമോ? കണ്ണും കടയും കാണാതെ പിന്നെ എങ്ങനെ വായിക്കണേ? ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മനുഷ്യൻ മറ്റനേകം അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കണം. അപ്പൊ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്തത് എന്തിനാ? യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് വിശ്വസിക്കാനാ. ഇന്ന് അത്ഭുതം ചെയ്ത് വല്ലവന്റെ കാശ് അടിച്ചു മാറ്റി കോടീശ്വരനാകാനല്ല അത്ഭുതം ചെയ്തത്. ഇന്ന് അത്ഭുതം കാണിക്കുന്ന മുഴുവൻ കാശടിക്കാനാ. കാറ് പ്രാർത്ഥിച്ച് ഇറക്കിത്തരും. പ്രാർത്ഥിച്ച് രോഗി സൗഖ്യമാകും. വിചാരി സൗഖ്യമാക്കിയല്ലേ രോഗിയെ. പ്രാർത്ഥിച്ച് അത്ഭുതങ്ങൾ നടക്കും, പ്രാർത്ഥിച്ച് അടയാളങ്ങൾ നടക്കും, പ്രാർത്ഥിച്ച് എല്ലാ കാര്യങ്ങളും നടത്താം. സ്വർഗത്ത് പോകാൻ മാത്രം പറ്റത്തില്ല, ബാക്കി എല്ലാം പ്രാർത്ഥിച്ചാൽ നടക്കും. അത് ഇന്നത്തെ വ്യാജ സുവിശേഷകന്മാർ ആയുധമായിട്ട് എടുത്തിരിക്കുക. പ്രാർത്ഥിച്ച് വിഷയങ്ങൾക്കൊക്കെ പരിഹാരം നൽകി അവിടെ കൂടെ കൊണ്ടു നടക്കുക. അവർക്ക് അവർ പ്രസംഗിക്കുന്നല്ലാതെ വേറൊന്നിട്ട് ആര് പ്രസംഗിച്ചായിട്ട് കേൾക്കുകയില്ല. അതാണ് രസം. അതുപോലെ പിശാച് അവരെ ബന്ധിച്ചിട്ടിരിക്കുക ദുരുപദേശത്തിൽ. നല്ല പുയർ വചനം പറയുമ്പോൾ ഇവരുടെ ജഡം പൊങ്ങും. എന്താ കാര്യം? എനിക്കറിയാം, എറണാകുളം പട്ടണത്തിൽ ഒരു വലിയ ഉപദേശം ഉണ്ടായിരുന്നു. അദ്ദേഹം ഡിഫൻസിൽ ജോലി ചെയ്തിരുന്ന ആളാണ്. ജോലിയൊക്കെ റിസൈൻ ചെയ്ത് എന്തിനാണോ പോയി ഫീൽഡിലേക്ക് വന്നതെന്ന് എനിക്കറിയത്തില്ല. ദൈവം പറഞ്ഞെന്നൊക്കെയാണ് പറയണത്. ഞാനത് ഒട്ടും വിശ്വസിക്കുന്നില്ല. അദ്ദേഹം ഇവിടെ വന്നു, എറണാകുളം പട്ടണത്തിന് സഭ സ്ഥാപിച്ചു. 2000-3000 പേരായി. കേരളം മുഴുവൻ, ഭാരതം മുഴുവൻ സഭകളുടെ ബ്രാഞ്ചസുകൾ ഉണ്ടാക്കി. ഞാനവരെ ഒന്ന് പഠിച്ചു നോക്കിയപ്പോൾ ഈ പാസ്റ്റർ പ്രസംഗിച്ചാലേ അവർ കേൾക്കുള്ളൂ. ഈ പാസ്റ്റർ പ്രസംഗിക്കുന്നതേ അവർ കേൾക്കുള്ളൂ. എന്താ കാര്യം? പാസ്റ്റർ പ്രസംഗിക്കുന്ന വചനം മറ്റുള്ളവർ പറയുന്നതൊക്കെയോ അത് ദുരുപദേശം. അതെന്തോ ഇതെന്ത് സംഭവം? അപ്പൊ മറ്റുള്ളവരാരും പാസ്റ്റർമാരല്ലേ? അത്രയ്ക്ക് ആ പാസ്റ്ററിലൂടെയുള്ള പിശാച് അവരെ ബന്ധിച്ചെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
ദൈവത്തിൻ്റെ വചനം നിർമ്മലമായി പ്രസംഗിച്ചോ, എവിടെ പോയും ഫ്രാൻസിസ് കേട്ടോ, എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പോസ്തലന്മാരുടെ ഉപദേശം അതിൻ്റെ തനിമയിൽ എവിടെ പ്രസംഗിച്ചാലും നിങ്ങൾ കേട്ടോണം, കേട്ട് അനുഗ്രഹം പ്രാപിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ അതെങ്ങും പ്രസംഗിക്കുന്നില്ലെന്നുള്ളതാണ് പരാജയം. അതെങ്ങും പ്രസംഗിക്കപ്പെടുന്നില്ലെന്നുള്ളതാണ് ദുഃഖകരം, വേദനാജനകം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇവിടെ പത്രോസിന്റെ ടീച്ചിങ് നമ്മൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കണം. പൗലോസ് പറയുന്നതും പത്രോസ് പറയുന്നതും കൂടി ഞാൻ കോർത്തിണക്കി പറയുക. യേശുക്രിസ്തു ഇട്ടിരിക്കുന്ന അടിസ്ഥാന കല്ലല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പൊ ഈ മൂലക്കല്ലായ യേശുക്രിസ്തുവിന്റെ ആകുന്ന ആ കല്ലിൽ പണിയാതെ മനുഷ്യന് ഒരു രക്ഷാ പദ്ധതിയും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. പലരും പല സഭകൾ തുടങ്ങുന്നുണ്ട്, പല പേരുകളിൽ സഭ തുടങ്ങുന്നുണ്ട്. ആയിരക്കണക്കിന് പേരുകളിൽ ക്രൈസ്തവ സഭയെന്ന് അറിയപ്പെടുന്നുണ്ടിന്ന്. ഈ സഭകളുടെ പേരൊന്നും കൃപയാൽ വേദപുസ്തകത്തിൽ ഇല്ല. വേദപുസ്തകത്തിലുള്ള സഭ ഏതാ സഹോദര? റോമയിലെ സഭ. അടുത്തത് കൊരിന്ത് സഭ. അടുത്തത് എഫേസ്യ സഭ. അടുത്തത് കൊലോസ്യ സഭ. അടുത്തത് ഫിലിപ്പിയ സഭ. അടുത്തത് കൊരിന്ത് സഭ. അടുത്തത് തെസ്സലോനിക്ക സഭ. അടുത്തത് ഗലാത്യ സഭ. അപ്പൊ സഭകൾ എങ്ങനെയാ നിലകൊള്ളുന്നത്? എങ്ങനെയാ നിലകൊള്ളുന്നത് പറഞ്ഞേ. ഇവിടെ ഒരു ദേശത്ത് പോയി പ്രസംഗിക്കുമ്പോൾ ആ ദേശത്തുള്ള ജനം രക്ഷിക്കപ്പെട്ട് വന്നാൽ ആ ദേശത്തിന്റെ പേരാണ് ആ സഭയ്ക്ക് ഇടുന്നത്. ഇത്ര നാളെ മനസ്സിലായിട്ടില്ലേ? ഗലാത്യ സഭ ഗലാത്യ പേരിട്ടു, കൊരിന്ത് സഭ കൊരിന്ത് പേരിട്ടു. ഇവനെന്നാ പറയാത്തെ? കാര്യങ്ങൾ മനസ്സിലാക്കി പോ. മറ്റുള്ള ചർച്ചകളിൽ പോയി പ്രബോധിപ്പിക്കേ. എത്തി സഭ, അത് പുസ്തകത്തിൽ കാണുന്ന അതാണ്. ഇന്ന് കാണുന്ന സഭയൊന്നും പുസ്തകത്തിലില്ല. വീട്ടിലെ സഭ, എറണാകുളത്തെ വീട്ടിലെ സഭ, എറണാകുളം സഭ, ചെത്തിയിലെ വീട്ടിലെ സഭ. അപ്പൊ ഇന്ന് കാണുന്ന സഭകളുടെ പേരൊന്നും ഈ പുസ്തകത്തിൽ ഇല്ലെന്ന്. ഇന്ന് കാണുന്ന സഭകളൊന്നും ദൈവസഭയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ തന്നെ വിലയിരുത്തിക്കോ, ഞാനൊന്നും പറയുന്നില്ല. ഈ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി കോടതി പോകാനായിട്ട് രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന വ്യാജനയും കൊണ്ട് കേസ് പരാതിക്കാൻ പോകുന്ന ഈ വിശ്വാസികളിലുള്ള ഈ കൂട്ടമൊക്കെ ആ ദൈവസഭ എന്ന് പറഞ്ഞാൽ ലജ്ജയല്ലേ? ദൈവം നമ്മെ ശിക്ഷിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ പെന്തക്കോസ്ത് പ്രസ്ഥാനം ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുക. ഞാനങ്ങനെ പേരൊന്നും പറയത്തില്ല, പേര് പറഞ്ഞ് ആരെ അവഹേളിക്കുന്നില്ല. കാരണം അവരും സഹോദരങ്ങളാ, അനുസരണം കെട്ട കുരുത്തം കെട്ട സഹോദരങ്ങളാ, അങ്ങനെ പറയുള്ളൂ. ഹല്ലേലൂയ. അനുസരിച്ച് വരാൻ, അവരെ ദൈവവചനം അനുസരിച്ച് വരാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം ഇത് ദുർബലേക്ഷകന്മാർ ചെയ്തതാണ് ഈ പ്രവൃത്തി. ബാലൻ സാറ് മരിക്കുന്നതിന് മുമ്പ് ബാലൻ സാറ് വിളിച്ചു പറഞ്ഞു, സഭകൾ എന്തുകൊണ്ട് ദുരുപദേശത്തിൽ കിടക്കുന്നു? ഒറ്റ ചോദ്യം, എന്തുകൊണ്ട് ദുരുപദേശത്തിൽ കിടക്കുന്നു? സഭകളെ ഒരു ഉപദേശം പഠിപ്പിക്കണം. ഏതുപദേശം? അപ്പോസ്തലന്മാർ. എല്ലാ സഭകളും അപ്പോസ്തലോപദേശം പഠിപ്പിക്കുക, പ്രശ്നമില്ല, എല്ലാവർക്കും ഒരു ഉപദേശമാണ്. പിന്നെ തമ്മിൽ തല്ലി വഴക്കുണ്ടാക്കി അവനെ എല്ലാം താത്താനെ ഏൽപ്പിച്ചു കൊടുക്കണം, അത്രേ ഉള്ളൂ. ഇന്ന് പ്രസംഗിച്ച് കാശ് കിട്ടിയില്ലെങ്കിൽ പ്രസംഗമില്ല. അതിന് ചെമ്പെന്നാണ് ചേർത്തലക്കാർ പറയുന്നത്. ചെമ്പ് പ്രാർത്ഥിച്ചിട്ട് ചെമ്പ് കിട്ടിയില്ലെങ്കിൽ പ്രസംഗമില്ല. ചെമ്പ് കുറഞ്ഞു പോയാൽ പ്രസംഗമില്ല. ചെമ്പില്ലെന്ന് പറഞ്ഞാൽ ഒട്ടും പ്രസംഗമില്ല. പിന്നെ ഉള്ളത് എന്താ? അധിക പ്രസംഗം. എന്നെ സംബന്ധിച്ച് അങ്ങനെയൊന്നുമില്ല. ചെമ്പ് കിട്ടിയാലും കിട്ടിയില്ലേലായി, ആര് തന്നാലും തന്നില്ലേലായി, നമ്മൾ ദൈവവചനം പ്രസംഗിക്കുക. ദൈവം എന്നെ ഫലമേൽപ്പിച്ചിരിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ ഗൾഫിൽ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന എനിക്ക് ഇന്നിവിടെ വന്ന് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച് ഇടുക്ക് വഴിയിലൂടെ യാത്ര ചെയ്യുന്നതിൻ്റെ കാരണം ദൈവരാജ്യത്തിൻ്റെ മർമ്മം സ്വർഗം എനിക്ക് വെളിപ്പെടുത്തി. ഒരു ഉപദേഷ്ടാവായി, ഒരു ശുശ്രൂഷകനായി ദൈവം എന്നെ വേർതിരിച്ചു. അതുകൊണ്ടാണ് ഇത്ര ശക്തിയോടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കാരും പേടിക്കേണ്ട കാര്യമില്ല. ദൈവത്തെ അല്ലാതെ ഒരു സംഘടനയും ഒരു വ്യക്തിയെയും ഒരു പാസ്റ്ററിനെയും പേടിക്കേണ്ട. ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി. മനസ്സിലായോ? അല്ലാതെ ചുമ്മാ കിടന്ന് അതും ഇതുമൊക്കെ പറഞ്ഞ് വെറുതെ മനുഷ്യനെ മെനക്കെടുക്കരുത്. രക്ഷിക്കപ്പെടുക, വീണ്ടും ജനനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച
കല്ലായി നമുക്ക് തീരണം. അതെങ്ങനെ തീരും? യേശു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവെന്നും യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചുവെന്ന് ഞാൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുമ്പോൾ ഞാനാകുന്ന കല്ല്, വെളിമ്പറമ്പിൽ തള്ളപ്പെട്ട കല്ല്, ഒരു ഗുണവുമില്ലാതിരുന്ന കല്ല്, 7 കൽപ്പാത്രങ്ങളെ കർത്താവ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞല്ലോ വീഞ്ഞു വീട്ടിൽ. വെളിയിൽ തള്ളപ്പെട്ട ആ കൽപ്പാത്രങ്ങൾ, അതുപോലെ ഞാനും ഒരു കൽപ്പാത്രമായിരുന്നു. എന്നെ ദൈവം തിരഞ്ഞെടുത്തു, എന്നെ ദൈവം രക്ഷിച്ചു, എന്നിൽ അഭിഷേകം തന്നു, എന്നിൽ വചനത്തിൻ്റെ വെളിപ്പാടുകൾ തന്നു. എൻ്റെ ഹൃദയം എന്ന മാംസപ്പലയിൽ ദൈവം വചനം അടർത്തി എഴുതി. അത് ഞാൻ മരിക്കുന്നവരെ പണ്ട് ആസാരി ഉപദേശിച്ച് പറഞ്ഞതുപോലെ തല വെട്ടിക്കളഞ്ഞാൽ ആ തലയുടെ ജീവൻ പോകുന്നവരെയും അത് പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതിനെ തടയാൻ ഒരു പിശാചിനും കഴിയില്ല. അതുകൊണ്ട് ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന ദൈവദാസന്മാരെ, എന്നെ പോലെ നിങ്ങൾ വായിത്തീരണം. പൗലൂസ് പറഞ്ഞു, നിങ്ങളെല്ലാവരും എന്നെ പോലെ ആകാൻ ഞാൻ നിങ്ങൾ ഇത്തിരി സ്തോത്രം ചെയ്തു. പൗലൂസിനെ പോലെ നമുക്കാകാം. നമുക്ക് ഒരുമിച്ച് പൗലൂസിനെ പോലെ ആകാം. എന്നെ പോലെ ആയില്ലെങ്കിലും പൗലൂസിനെ പോലെ ആകെ, പത്രോസിനെ പോലെ ആകെ, യോഹന്നാനെ പോലെ ആകെ, യാക്കോബിനെ പോലെ ആകെ, യൂദയെ പോലെ ആകെ, സ്തോത്രം, സ്തെഫാനോസിനെ പോലെ ആകെ, ഫിലിപ്പോസിനെ പോലെ ആകെ. ദൈവവചനം പ്രസംഗിച്ച് മരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ, ഇന്ന് രാവിലെ ഞാൻ വായിച്ച വാചകം. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലെ ഒരു വാക്യം ഈ കഴിഞ്ഞ ദിവസങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കിടന്ന് ഇങ്ങനെ അലയടിക്കുക. ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ എനിക്ക് പ്രേരണയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം എടുത്താട്ടെ പാസ്റ്റർമാ, 5-ാം അധ്യായം എടുത്താട്ടെ. 39-40 വാക്യങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് വായിക്കത്. 39-40 വായിക്കേ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ തിരുവെഴുത്തുകളെ ഇല്ലേ? പുസ്തകത്തിലില്ലേ? 5:39-40 നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയെ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എൻ്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. മോശയുടെ പോകാനാ ഇന്നത്തെ പെന്തക്കോസ്തുകാർക്ക് മനസ്സ്. മോശയുടെ പോവുക. മോശ ഇറക്കിക്കൊണ്ട് വന്നവനാ മിസ്രൈമിൽ നിന്ന്. അവസാനം മോശയ്ക്ക് കൊടുത്ത കനാൻ ദേശത്ത് മോശ എന്ത് ചെയ്തില്ല? എത്തിയില്ല. വഴിക്ക് വെച്ച് പട്ടുപോയി. കാലേബ് യോശുവയെ എത്തിച്ചു. കയറി വന്നുകൊണ്ട് പറയുക, ഒരു പേരിടൽ പ്രശ്നം ഇവിടെ വന്നു. ആ പേരിടലിൽ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ആദാം എന്ന് പേരിടരുത്. എന്താ കാര്യം? ആദാം തോറ്റവനാ. ഇന്ന് രാവിലെ ഞാൻ വായിച്ചു, ആദാമിനോട് ദൈവം പറഞ്ഞു, നീ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കുന്നു. ആ ശപിക്കപ്പെട്ടവന്റെ പേരെന്തിനാടണേ? പുതിയ നിയമത്തിൽ സുവിശേഷം നിങ്ങൾ വായിച്ചു പഠിക്കുമ്പോൾ സഖര്യാവും എലിസബത്തും, സഖര്യാവ് ദൂതം വന്ന് പറഞ്ഞു, ഞാൻ നിനക്കൊരു സന്തതിയെ തരും. വിശ്വസിച്ചില്ല. വിശ്വസിക്കാത്തതുകൊണ്ട് സന്തതി കിട്ടുന്നവരെ നിന്റെ വായ അടഞ്ഞിരിക്കും, സംസാരിക്കാൻ പറ്റത്തില്ല. അതൊരു ചെറിയ ബാലശിക്ഷയാണ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ സഖര്യാവിൻ്റെ അടുക്കൽ വന്നു ചോദിച്ചു, കുഞ്ഞിന് എന്താ പേരിടേണ്ടത്? അപ്പനോട് ചോദിച്ചു പേരിടാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ട് പറയുന്നത്. കൊച്ചിൻ്റെ അപ്പനോട് ചോദിച്ചു എന്ത് പേരിടണം. എന്താ എലിസബത്തിനോട് ചോദിക്കാത്തത്? വചനത്തില് സ്ത്രീക്കുള്ള സ്ഥാനം, സ്ത്രീയുടെ തലയാ പുരുഷൻ. അതുകൊണ്ടാണ് അപ്പം പേരിടണം. മനസ്സിലായോ? ദൈവത്തോട് ഏറ്റു പറഞ്ഞ് ക്ഷമയാവാനും ജയിച്ചോളാം. എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ആരോടും വഴക്കുണ്ടാക്കാൻ പോകുന്നില്ല, ആരോട് സംസാരിക്കാനും പോകുന്നില്ല. നിങ്ങളത് പറഞ്ഞ വിലക്കിപ്പോൾ ഞാൻ നിർത്തി. കാരണം ഈ പൊത്തോറിനോടാത്തവർ എന്ത് സംസാരിക്കാൻ? വിവരമുള്ളവരോട് സംസാരിച്ചാലേ ഗുണമുള്ളൂ. അല്ലെങ്കിൽ അവൻ്റെ വിവരക്കേടിനൊക്കെ ഞാൻ വഴക്കുണ്ടാക്കേണ്ടി വരും. അവിടെ ഞാൻ സൈലൻ്റ് ആകുക. സഖര്യാവിനോട് ചോദിച്ചു, സഖര്യാവ് എഴുതി കാണിച്ചു. സംസാരിക്കാൻ പറ്റാത്ത. അപ്പം ഞാനവിടെ മനസ്സിലാക്കിയത്, സംസാരിക്കാനായിട്ട് സഖര്യാവിന് പറ്റത്തില്ല. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം, എലിസബത്തിനോട് ചോദിച്ചിട്ട് പേരിടാം എന്ന് വചനം പറഞ്ഞോ? ഇല്ല. അവസാനം എന്തോ പറഞ്ഞെന്നറിയാമോ? എഴുതി കാണിച്ചു, അവന് യോഹന്നാൻ എന്ന് പേരിടണം. അതുപോലെ സാധുവാകുന്നൊരു ദൈവദാസൻ പറഞ്ഞു, കാലേബോ യോശുവ എന്ന് പേരിട്. എനിക്ക് പേരിടാൻ മനസ്സില്ല. അവർ ആദമെന്ന് ഇട്ടോട്ടെ, എനിക്ക് പിണക്കില്ല. പക്ഷേ ഞാൻ വചനം പറയും, സത്യവചനം ഞാൻ പറയും. അതിന് യാതൊരു മടിയില്ല. ആദാമിനെ കുറിച്ച് വചനം പറയും, നമ്മൾ കേട്ടാൽ ഞെട്ടിപ്പോകും.
ആദാം നിമിത്തം മരണം സംഭവിച്ചു. എന്ത് മരണം? ആത്മമരണം. അപ്പൊ ആദാമിൻ്റെ പേരിന് വല്ല അർത്ഥമുണ്ടോ? പേര് നല്ലതൊക്കെയാ, പക്ഷെ അതുകൊണ്ട് എന്താ കാര്യം? ദൈവത്തിന്റെ ശാപം അവൻ നിമിത്തം ഭൂമിയിൽ വന്നില്ലേ? ആര് നിമിത്തം? ആദാം നിമിത്തം. രണ്ടാമത്തെ അതാ യേശുവായിട്ട്. അല്ലാണ്ട് യോശുവ ഫ്രാൻസിസ് എന്നിട്ട് അതല്ലേ യേശുവിൽ വന്നല്ലോ. യേശു എന്നുള്ള പ്രയോഗം അതിൽ കിട്ടിയില്ലേ? യോശുവ, യേശു. ഹല്ലേലൂയ, എത്ര മനോഹരമായ പേരാ. ഇനി കാലേബ് ഫ്രാൻസിസ് എന്നിട്ടാൽ എന്താ കുഴപ്പം? രണ്ടുപേരും നിത്യജീവനിലേക്ക് പോയവരല്ലേ, വാഗ്ദത്ത കനാലിൽ പ്രവേശിച്ചവരല്ലേ, ഭൂദേശിയായ മോശ വരെയും പട്ടുപോയ സ്ഥാനത്ത്. ദൈവങ്ങൾ ഇതൊക്കെ നമ്മൾ വചനത്തിലൂടെ പഠിച്ചെടുക്കേണ്ട കാര്യം. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് പൽക്കാലം നമ്മൾ മനസ്സിലാക്കണം, യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ലുകളെ കൊണ്ട് മാത്രമേ പുതിയ നിയമസഭയുടെ പണി നടക്കത്തുള്ളൂ. ഇവിടെ ഹോള് പണിയുന്ന കാര്യമല്ല ഞാൻ പറയുന്നത്. ബ്രിക്സ് വെച്ച് ഹോള് പണിയാൻ നടക്കുക ഇന്ന് പല പാസ്റ്റർമാരും. ഹോള് പണിത് 10 കോടിയുടെ ബഡ്ജറ്റ് ഇട്ടിട്ട് 8 കോടി പണിതിട്ട് 2 കോടി പോക്കറ്റിൽ തള്ളുന്ന പാസ്റ്റർമാർ എനിക്കറിയാം. പാസ്റ്ററും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളെല്ലാം കൂടി കൂട്ടായിട്ട് ചേർന്ന് ഹോള് പണിതിട്ട് 1 കോടി പാസ്റ്ററും ബാക്കി 1 കോടി വിശ്വാസികളും പോക്കറ്റി അമുക്കി ഭയങ്കര പ്രസംഗം നടത്തുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും നമ്മുടെ ഭാരതത്തിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് അവരെ വിട്ടോടുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കുന്നു. ഇവിടെ ഇതാ ദൈവസഭ പണിയേണ്ട ഉപദേശം ഇവിടെ പറയുന്നു. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്തിൽ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ആത്മീയ ഗ്രഹമായി, അവിടെ ദൈവത്തിൻ്റെ ഭവനമായി, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അപ്പൊ ദൈവാത്മാവ് വസിക്കുന്ന മന്ദിരം യേശുവിൻ്റെ അടുക്കൽ വന്ന് ജീവൻ പ്രാപിച്ച കല്ലായ മനുഷ്യരെ കൊണ്ട് പണിയുന്ന പണിയാണ് പുതിയ നിയമസഭ. അല്ലാതെ ബ്രിക്സ് വെച്ചും സിമെന്റ് വെച്ചും എംസാൻഡ് വെച്ചും കരിങ്കല്ല് വെച്ചും പണിയുന്ന പണിയല്ല. അതൊക്കെ മനുഷ്യന് പാർക്കാനുള്ള ഹോളുകളാണ്, ആലയങ്ങളാണ്. ദൈവത്തിൻ്റെ ആലയം എന്നുള്ളത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും ഒരു പുതിയ നിയമ വിശ്വാസിയാണ് ദൈവത്തിൻ്റെ മന്ദിരം. ദൈവാത്മാവ് അവനിൽ വസിക്കുന്ന മന്ദിരമാണ്. ദൈവാത്മാവ് വന്ന് അവനിൽ വന്ന് വസിച്ച് അവൻ്റെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തി അവനെ നിത്യതയിലേക്ക് ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് ശരിയായ പണി.